അപ്പോ ഒരു ആരോപണങ്ങളൊക്കെ കേട്ടായിരുന്നു, ഞാനൊരു ന്യൂസ് എല്ലാം കണ്ടായിരുന്നു, ഒരു പീഡന പരാതി എന്ന രീതിയിൽ. ഫെറിക്കടുത്തുള്ള വാടക വീട്ടിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചുവെന്നാണ് കേസ്. അലൻ ജോസ് പെരേര, ആറാട്ടണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലാതെ നീ ഒന്നും പറയണ്ട, നീ പീഡിപ്പിച്ചു. ഞാൻ ഈ വ്യക്തിയെ കണ്ടിട്ടില്ല. അവിടെ പേരെല്ലാം കേൾക്കുന്ന അപ്പോഴാണ്. എനിക്ക് അവരുടെ ഫോൺ നമ്പർ ഇല്ല. അതെന്താ അല്ല വെറുതെ അറിഞ്ഞിരിക്കാലോ. ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒന്നും ഞാൻ ഒന്നും മെസ്സേജ് അയച്ചിട്ടില്ല. എന്തിന്റെ പേരിലാണെന്ന് അറിയില്ല. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ. ഇനിയിപ്പോ മാനസിക കേസ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ആര് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു? നമ്മുടെ ജീവിതം നാം കഷ്ടപ്പെടുന്നു. എന്റെ വിധി വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്കും കഴിയില്ല, അനുഭവിച്ചു തന്നെ തീരണം. കറക്റ്റ് ആണ്. കാരണം ഇങ്ങനെ ഒരു ഇത് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാനസിക പ്രശ്നങ്ങളും എല്ലാം വരുമല്ലോ. എന്താ ചിരിച്ചത്? നിനക്കിനി പ്രാന്തൂടെ പിടിച്ചാലത്തെ കാര്യം തിരിച്ചു പോയതാണ്. എന്ത് തോന്നുന്നു? വളരെ വിജ്ഞാനപ്രദമായ ഒരു ചർച്ചയായി തോന്നി സാർ.